പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ 150 കിലോമീറ്റർ ഓടണമെങ്കിൽ 25 രൂപന്റെ ചിലവ് വരുന്നത്. അപ്പൊ ഇതിലേക്ക് ചോദിക്കാനുള്ളത് ഇതിന് പ്രത്യേക വല്ല ആർട്ടിംഗ് പ്രൈസ് പോലീസ് പെർമിഷനോ? നിങ്ങളെ പേരെങ്ങനെയാണ്? എന്റെ പേര് സിക്കർ. അവിടെ തന്നെ വീട്. വണ്ടി എടുത്തിട്ട് എത്രയായി നിങ്ങളെ? ഞാൻ 3 മാസമായി. അവിടെ ലൈൻ തന്നെ ഓടുന്നേ? ആ ലൈനിൽ അത്തമണി സ്റ്റാൻഡിൽ ഓടും. വണ്ടിക്ക് ഇതൊരു കംപ്ലൈന്റ് ഒന്നും വന്നിട്ടില്ല. അല്ല ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. പിന്നെ പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ 150 കിലോമീറ്റർ ഓടണമെങ്കിൽ 25 രൂപന്റെ ചിലവ് വരുന്നത്. 2 മാസം കൂടുമ്പോൾ എനിക്ക് 1500 രൂപ കാറ്ററിൽ എക്സ്ട്രാ വരുന്നുണ്ട്. ഡീസൽ വാഹനമാണെങ്കിൽ എനിക്ക് 450 രൂപന്റെ എണ്ണ അടിക്കും. 500 രൂപ ഡെയിലി അടിച്ചിട്ടുണ്ട്. 25 ചെലവ് വരുന്നുള്ളൂ. പിന്നെ മെയിൻ്റെനൻസ് ആയിട്ട് എന്തെങ്കിലും ഒന്നും വന്നിട്ടില്ല. ജനങ്ങൾ പറയും ലോഡ് കയറ്റാൻ പറ്റൂലൊക്കെ പറയും. ഇതിന്റെ വീഡിയോ ഉണ്ട്. ഇതിന്റെ ഞാൻ ഫിർലോസ്കറിന്റെ മോട്ടറിന്റെ ഒക്കെ കയറ്റി പോക്കുന്നുണ്ട്. 15-18 മോട്ടറൊക്കെ ഞാൻ കയറ്റുന്നുണ്ട്. കയറ്റം വലിക്കുന്ന ഒരു കുഴപ്പമില്ല. ഡീസൽ വണ്ടി കയറുന്ന കയറ്റൊക്കെ കയറുന്നുണ്ട്. എയർപോർട്ട് 3 എയർപോർട്ട് അടിച്ച് ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ലാത്ത കയറ്റം. അത് ലോങ് പോകാൻ ലോങ് പോകുന്നുണ്ട്. ലീവിന്റെ ഒന്ന് കടൽ ലീവ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കോഴിക്കോട് പോയിരുന്നു. കോഴിക്കോട് പോയി ബീച്ചിൽ പോയി അവിടുന്ന് ഒരു ഭക്ഷണം കഴിക്കുന്ന സമയം കൊണ്ട് ഞങ്ങള് ചാർജ് കിട്ടും. അതുകൊണ്ട് ഒരു അരമണിക്കൂർ നാട്ടിലെത്താനുള്ള ചാർജ് ആയി. അല്ല ഏകദേശം എത്ര കിലോമീറ്റർ കിട്ടുന്നുണ്ട്? 145 കിട്ടുന്നുണ്ട്. കമ്പനി പറഞ്ഞതിനൊക്കെ കിട്ടുന്നുണ്ട്. അതിപ്പോ അഥവാ പറഞ്ഞാലും 135 മിനിമം കിട്ടും. 35 കമ്പനി പറഞ്ഞ 145 പറഞ്ഞു. അത് കറക്റ്റ് കിട്ടുന്നുണ്ട്. അത് കട്ട് റോഡാണെങ്കിലും അത് കറക്റ്റ് കിട്ടുന്നുണ്ട്. എന്താ കാരണം പിസ്റ്റൺ അല്ലല്ലോ. പിസ്റ്റൺ ആകുമ്പോഴാണ് എന്താ ചെയ്യാ എണ്ണ കട്ട് റോഡിൽ പോകുമ്പോഴാണ് എണ്ണ ചെലവ് അവിടെ മാറ്റം വരും. ബാറ്ററി ആയ കാരണം എന്റെ ഇതൊന്നുമില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒന്നുമില്ല ഇതുവരെ ഇല്ല. പിന്നെ വണ്ടിക്ക് മെയിൻ്റെനൻസ് ആയിട്ട് ഒന്നും വന്നിട്ടില്ല. എത്ര കിലോമീറ്റർ ഓടിപ്പോ മൊത്തം? ഇപ്പൊ 8800 കിലോമീറ്റർ 9 കടക്കുന്നു. 3 മാസം കൊണ്ട്. ഇന്നലെ എന്റെ സർവീസ് ചെയ്തു. ഇന്നലെ പുതിയങ്ങാത്ത് സർവീസ് കയറ്റി. 10,000-ലാണ് സർവീസ്. 3 മാസം കൂടുമ്പോ ആണ്. അതിലിപ്പോ 3 മാസം ഇന്നലെയായപ്പോ ഇന്നലെ സർവീസ് ചെയ്തു. ഷോറൂമിലൊക്കെ എങ്ങനെ പെരുമാറ്റം കാര്യങ്ങൾ? ഒരു ഡീസന്റ് ആണ്, ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഗവൺമെന്റിന്റെ ഒരു RC വരാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത്ര മാത്രമേ ഉള്ളൂ. അത് ഗവൺമെന്റിന്റെ ആണ്, വണ്ടിന്റെ അല്ല. വേറെ യാതൊരു എന്തുണ്ടെങ്കിലും ഒരു രാത്രി നമ്മൾ ചാർജ് ഞാൻ ഫസ്റ്റ് എടുത്തെങ്കിൽ ചാർജ് എങ്ങനെ ചെയ്യാൻ എനിക്ക് അറിയില്ല. ഞാൻ കമ്പനിക്ക് വിളിച്ചപ്പോ കറക്റ്റ് ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ അയച്ചെന്ന്. എന്നിട്ട് ഞാൻ ചാർജ് കയറിയ രാത്രിയാണ് ഞാൻ പറയുന്നത്. ചാർജ് കയറി ഉറപ്പുവരുത്തി ഷോറിൽ കട്ടാക്കി. അത് രാത്രിയാണ് വിളിച്ചത്. എന്നിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു. ചിലവര് പറയുന്നത് ഓഫീസിൽ ടൈം ആവുന്നില്ല. ഏത് ബാധരൊക്കെ നമുക്ക് വിളിക്കാം. എന്താവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാം. പിന്നെ കേറുന്ന ആളുകളൊക്കെ റെസ്പോണ്ട് എങ്ങനെ? നല്ല ഇപ്പാണ് പറഞ്ഞത്. ടീം പോയപ്പോഴും നമ്പർ എടുത്താണ്. അറിയാത്ത ചേച്ചിയാണ് നമ്പർ. നല്ല സുഖമുള്ള യാത്ര ചെയ്യാനൊക്കെ. ചമരോട്ടം പാലത്തിന്റെ തിരിച്ചു വരുന്നത് അപ്പോഴാണ് നിങ്ങൾ ഫോളോ ചെയ്ത് ഞങ്ങൾ വൈത്തല പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായം ചോദിക്കാന്ന് വിചാരിച്ചു. കുഴപ്പമൊന്നുമില്ല. റാത്താണ്. എന്തെങ്കിലും ഒരു മാറ്റം കമ്പനി വണ്ടിയിൽ വരുത്തണം തോന്നുന്ന എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടോ? നമ്മള് ചോദിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് മാറ്റം വരുത്താൻ? ഇതിപ്പോ നമ്മൾ 150 കിലോമീറ്റർ നമ്മൾ പറഞ്ഞത്. ഈ 150 കിലോമീറ്ററിൽ ഈ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റാത്തൊരു സംവിധാനോ വന്നു കഴിഞ്ഞാല് ഒരു യാത്രക്കാരനെ കൊണ്ടുപോയി നമുക്ക് 2.5 മണിക്കൂർ ഇരുത്താൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ടൊരു ഫാസ്റ്റിംഗ് സംവിധാനം, അതല്ലെങ്കിൽ നമുക്കൊരു ഡീസലോ പെട്രോളോ ഉള്ളൊരു അതെ അത് വേണം. അതല്ലെങ്കിൽ ഇതിലും ചിലപ്പോ പ്രയാസം. നിലവിലില്ലാത്ത കണ്ടീഷൻ കുഴപ്പമില്ല. അപ്പൊ 150 കിലോമീറ്റർ നമ്മള് അന്ന് ആയി എന്ന് വിചാരിക്കാം. അത് ഈ 140 കിലോമീറ്റർ കഴിഞ്ഞ് നമുക്ക് ചാർജ് സംവിധാനം അല്ലാത്തൊരു സ്ഥലമാണെങ്കിൽ ഈ ഒരു പാർട്ടിനെ നമ്മൾ എന്ത് ചെയ്യും? യാത്രക്കാരന് ബുദ്ധിമുട്ട് വരണം. അപ്പൊ അതിൽ ഒന്നുകിൽ ഒരു പെട്രോൾ സംവിധാനം, ഡീസലോ പെട്രോളോ രണ്ടാലൊന്ന് താൽക്കാലികമായി നമുക്ക് അവിടുന്ന് കഴിച്ചിലാവാനുള്ള ഒരു സംവിധാനം കൂടി കമ്പനി ഫ്രണ്ട് ചെയ്യുകയാണെങ്കിൽ വലിയൊരു ഉപകാരമുള്ള കാര്യം. അത്രയും സൗകര്യം. അത് ഫാസ്റ്റിംഗ് ആയിരിക്കണം. ഞാൻ ഇവിടെ ഈ അത്താൻപടി വെക്കാനും വേണ്ടിട്ട് ഞാൻ എന്നോട് ഈ KCB പറഞ്ഞത് MLA ഒരു കത്ത് വേണമെന്ന്. അപ്പൊ നമ്മളെ തവനൂർ മണ്ഡലത്തെ MLA KT ജലീലാണ്. പുലർച്ചെ പോണം. ആ ഒരു ബുദ്ധിമുട്ടില്ല. പോയി കഴിഞ്ഞാൽ സാർ എന്തായാലും കത്ത് തരും. കത്ത് തന്ന് ഞാൻ അവിടെ കൊണ്ടുപോയി കൊടുത്താലും ഒരു പോസ്റ്റ് വെച്ചരാന്ന് പറഞ്ഞു. നമ്മൾ പോവാത്തൊരു ഒഴിവില്ലാത്ത പുലർച്ചെ പോണം. അവിടെ സംവിധാനം ചെയ്തു തരാറുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഗണേശനാണ്.
ഞാനിപ്പോ ഒരു 2 മാസമായി, കുഴപ്പമില്ല. നമ്മള് 4500 ജില്ലയിലാവണുള്ളൂ. 4134 അത്ര ആയിട്ടുള്ളൂ. പെർമിഷൻ കാര്യങ്ങൾ ഓൾ കേരള പെർമിഷനാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഇപ്പൊ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഒഴികെ മറ്റെല്ലാ ഭാഗങ്ങളിലും നഗരപ്രദേശങ്ങളിൽ ഉപയോഗിക്കാം. അപ്പൊ ഇതിലേക്ക് ചോദിക്കാനുള്ളത്, ഇതിന് പ്രത്യേക വല്ല ആർട്ടിംഗ് പ്രൈസ് പോലീസ് പെർമിഷനോ അങ്ങനെ എന്തെങ്കിലും ഇതിനുണ്ടോ? ഓക്കെ, അതൊന്നും അന്വേഷിച്ചിട്ട് പോയിരുന്നു തരാം. അപ്പൊ അത് നിങ്ങളൊന്ന് പറഞ്ഞു തന്നായിരുന്നു. കാരണം ഞാൻ ഒരു സ്റ്റാൻഡിൽ പോയിട്ട് അവരായിട്ട് വെച്ചിട്ടേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ഞാന് പിന്നെ നമ്മളെ RTO ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോ സൂപ്രണ്ട് പറഞ്ഞത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഒഴികെ നിങ്ങൾക്ക് നഗരപ്രദേശങ്ങളിൽ എവിടെ ഇത് ഓടാനുള്ള സംവിധാനം ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ ഇവിടെ എങ്ങനെ വെച്ചാൽ ഡിസ്ട്രിക്ട് പെർമിറ്റുള്ള വണ്ടി ആയതുകൊണ്ട് അവർക്ക് നമ്മളോടുള്ളൊരു ദേഷ്യം, ഒരു മനപ്രയാസമുണ്ട്. കാരണം ഞങ്ങള് പോലീസ് ഡിപ്പാർട്ട്മെന്റ് പോയിട്ട് ഈ നമ്പർ വാങ്ങിയിട്ട് ഓടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഓടലിൽ പ്രശ്നമില്ല, നിങ്ങളൊരു പോലീസ് പെർമിഷൻ വാങ്ങണം എന്നാണ്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞെന്താ വെച്ചാൽ ഇതിന് GPS സംവിധാനം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ വണ്ടിക്ക് ഒരു ആർട്ടിംഗ് പ്രൈസിന്റെ ആവശ്യം വരുന്നില്ല. കാരണം ഇത് RTO പോലീസിന്റെ ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ എവിടെ പോകുന്നതും ഏത് യാത്രക്കാരൻ ഏത് സമയത്ത് സംചരിച്ചെന്നും ഇവർക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ ഇവര് പറഞ്ഞതല്ല, ഞങ്ങൾ അത്ര കഷ്ടപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ഒരു പ്ലേസ് ഉണ്ടാക്കിയിട്ട് ഒരു സ്റ്റാൻഡ്, ആ സ്റ്റാൻഡിൽ നിങ്ങൾ ഓടണമെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പെർമിഷൻ വാങ്ങണം എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ഓൾ കേരള പെർമിറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ആവശ്യമില്ല, ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് വേണ്ടെന്നാണ് RTOയുടെ ഉത്തരവ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതുകൂടി നിങ്ങളൊന്ന് വിലയിരുത്തി പറഞ്ഞെന്നാൽ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ഓക്കെ.